ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ക്വിക്കായിട്ട് ഔത്തിൽ ഡിലീഷ്യസ് ആയ ഹോട്ടൽ ഡാബാലെല്ലാം കിട്ടുന്ന പോലത്തെ ചിക്കൻ ടിക്ക തന്നെ ഔത്തിൽ എങ്ങനെ പ്രിപ്പയർ ആക്കിയെടുക്കറോ. മാർക്കറ്റിൽ കിട്ടു റെഡിമെയ്ഡ് ചിക്കൻ ടിക്ക മസാലത്തു സെയിം അതേ ടേസ്റ്റ് ഞങ്ങൾ ഔത്തിൽ പ്രിപ്പയർ ആക്കിയെടുക്കുക. സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയ ചിക്കൻ ടിക്ക ഞങ്ങൾക്ക് ഔത്തിൽ പ്രിപ്പയർ ആക്കിയെടുക്കുക. ഇതിൽ എങ്ങനെ പ്രിപ്പയർ ആക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാട്ടി തന്നെ. ഇതിൽ മസ്റ്റ് നിങ്ങൾ അവർക്ക് ട്രൈ ആക്കോണു. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസിലെ ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയിട്ടുള്ളേ മിക്സിയുടെ ജാർക്ക്. രണ്ട് ലാർജ് സൈസിലെ ടൊമാറ്റോരെ ഞങ്ങൾ സ്ലൈസസിൽ റഫ്ലി ആയിട്ട് ചോപ്പാക്കിയിട്ട് ആഡ് ആക്കിയൊല്ലുക. ഇപ്പം ഇതിക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞങ്ങൾ ആഡ് ആക്കിയോലോന്നു. ഇപ്പം ഇതിക്ക് ഹോം മെയ്ഡ് റോസ്റ്റഡ് ജീര പൗഡർ ഞങ്ങൾ ആഡ് ആക്കിയോളുക. 2.5 ടീസ്പൂണിൻ്റെ അത്ര ഞങ്ങൾ ആഡ് ആക്കിയിട്ടുള്ള. ഇതിൽ പിന്നെ ഹോം മെയ്ഡ് ചാട്ട് മസാല ഉണ്ടല്ലേ, നിങ്ങൾ മാർക്കറ്റിൽ ചാട്ട് മസാലവും ആഡ് ആക്കുക. ഇവിടെ ഞാൻ 2 to 3 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഹോം മെയ്ഡ് ചാട്ട് മസാല ആഡ് ആക്കിയിട്ടുള്ളേ. അതിൽ പിന്നെ ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ഗരം മസാല ആഡ് ആക്കിയിട്ടുള്ളേ. ഇത് ഞാൻ ഔത്തിലേ പ്രിപ്പയർ ആക്കുന്നത് നോക്കാത്തങ്ങ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടത് കൂടെ പ്ലീസ് പോയിട്ട് വാച്ച് ആക്കിയോರು. ഇതിരെ മസ്റ്റ് നിങ്ങൾ ഔത്തിലാക്കി വയ്ക്കുന്നത് ബെറ്റർ ആയിട്ട് ചൊമ്മ ടൈപ്പ് റെസിപ്പിയിൽ ഞങ്ങൾ ഇതിന് ആഡ് ആക്കുക. പിന്നെ തെല്ല് ഫുഡ് കളർ റെഡ് ഫുഡ് കളർ ഞാൻ 1/2 ടീസ്പൂണിൻ്റെ അത്ര ആഡ് ആക്കിയോണ്ട്. പിന്നെ ഞാൻ ഇവിടെ 20 to 25 റെഡ് ചില്ലിരെ ಬ್ಯಾಡಿಗೆ റെഡ് ചില്ലിരെ ഞാൻ സോക്കാക്കിയിട്ട് വെച്ചിന്നെ 1/2 an hour ഹോട്ട് വാട്ടറിൽ അതിൽ ആഡ് ആക്കിയിട്ടുള്ളേ. വിത്ത് വാട്ടർ ഞാനിവിടെ ആഡ് ആക്കിയോണ്ട് 2 ലെമൻ്റെ ഞങ്ങൾ ആഡ് ആക്കിയോന്നു. നണ്ടൊട്ടുകു ഡ്രൈ ആയിത്തിಂತ തെല്ല് ഡ്രൈ ആയിത്തിಂತ ನಾನು ಅದಕ್ಕೆ 2 ಮೀಡಿಯಮ್ ಸೈಜ್ ಲೆಮನ್ ಆ್ಯಡ್ ಹಾಕ್ಯೊಂಡ್ರೆ നിങ്ങൾ 4 to 5 ಆ್ಯಡ್ ಹಾಕ. ತೆಲ್ಲ ಇದ್ರೊಟ್ಟಿಗೆ ನಾ ಟ್ಯಾಮರಿಂಡ್ ಆ್ಯಡ್ ಹಾಕ್ರೆ ഒരു ലെമൺ സൈസിലെ ടാമറിൻഡും സോൾട്ട് ആഡ് ആക്കിയോണ്ട് അത് വീഡിയോ ഞാൻ ക്യാമറ ഓഫ് ആയി തിಂತ ನಾನು ഓൺ ആക്കുകയും മറന്ന് തിಂತ ಅದಕ್ಕೆ തെല്ല് സോൾട്ടും ടാമറിൻഡും പിന്നെ ഓയിൽ ആഡ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു നല്ല പേസ്റ്റ് പ്രിപ്പയർ ആക്കിയിട്ട് എടുത്തോളൂ. നല്ല ചുമ ഫൈനായ സ്മൂത്തായ പേസ്റ്റുമല്ല ചെമ്മ റഫായ പേസ്റ്റുമല്ല, ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ഇരിക്കുന്നതിൽ ഇതിൽ പേസ്റ്റ് പ്രിപ്പയർ ആക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് മെയിനായ കണ്ടെയ്നറിൽ സ്റ്റോർ ആക്കുകയും ഞാൻ ഈ അരത്തു എടുത്ത് വയ്ക്കുക. ഇങ്ങനെ ഞങ്ങൾ യാര മസാല എല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് വെച്ചെങ്കിൽ ചിക്കൻ ടിക്കത്തോ മസാല ഓർ ഗ്രീൻ ചിക്കൻ ടിക്കത്തോ മസാല എല്ലാ മസാല ഞങ്ങൾ പ്രിപ്പയർ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ಬಿಟ್ಟೆಂಗೆ ഞങ്ങൾക്ക് ഈസി ആവും, കുക്കിംഗ് എല്ലാം ഈസി ആവും. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ചിക്കനിಗೆ അപ്ലൈ ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ആക്കുക. വെജ് കറി ഇങ്ങനത്തെ എല്ലാം എന്തും ആക്കിയപ്പോൾ 1-2 പീസെല്ലാം ഞങ്ങൾക്ക് പേനായത്തരെ ഞങ്ങൾക്ക് പേനപ്പം എടുത്തിട്ട് ഫ്രൈയും ആക്കുക. 1/2 an hour 1 hour ബിഫോർ എടുത്ത് വയ്ക്കുക. അപ്പം ഞങ്ങൾ ചെമ്മ സൊറവും വലിയ. ഇപ്പം ഞാനിവിടെ കൊറിയ ചിക്കൻ്റെ ലെഗ് പീസസ് എടുത്തോണ്ട് പിന്നെ മസാല ആഡ് ആക്കിയിട്ടുള്ളേ. ഞങ്ങൾ ബിഫോറും സോൾട്ട് ആഡ് ആക്കിയോണ്ട് ബട്ട് മസാല എത്ര ഞങ്ങൾ സ്റ്റോർ ആക്കുകൊണ്ട് അതിൽ അക്കോർഡിങ് സ്റ്റോർ ആക്കുക. ഇത് മസാലയ്ക്ക് ഞങ്ങൾ സോൾട്ട് ആഡ് ആക്കുന്ന. ഇവിടെ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ടേസ്റ്റ് അക്കോർഡിങ് ഞങ്ങൾ സോൾട്ട് ಬೇನತ್ತರ ഇതിൽ ആഡ് ആക്കിയോലോನು. ഞാനിവിടെ ലെമനും ടാമറിൻഡും പുളി ജണ്ടും യൂസ് ആക്കിയോണ്ട് നമുക്ക് ഇത് ജണ്ടും യൂസ് ആക്കുന്നത് ഇഷ്ടം. നിങ്ങൾ വേണമെങ്കിൽ ലെമൺ മാത്രം ഞാൻ ചെന്നപ്പോലെ 4 to 5 ഇട്ടിട്ട് യൂസ് ആക്കുക. ടാമറിൻഡ് ഇട്ടെങ്കിൽ തെല്ല് എക്സ്ട്രാ ടേസ്റ്റ് വന്നിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ആവുള്ളൂ. സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഡാബത്തിൽ തിന്നപ്പോൾ അത് കഴിക്കുന്ന ടാമറിൻഡ് ആഡ് ആക്കിയോണ്ട്. പിന്നെ ഹോം മെയ്ഡ് ഗരം മസാല ഉണ്ടല്ലേ ഞാൻ അവിടെ ചൊല്ലുക നക്ക് മറന്നിട്ട് ഞാൻ അതിൽ 1.5 ടേബിൾ സ്പൂണിൻ്റെ അത്ര ആഡ് ആക്കിയോണ്ട്. പിന്നെ ചിക്കൻക്ക് മസാല എല്ലാം ഇട്ടിട്ട് നിങ്ങൾ യാര ചെന്നെങ്കിൽ ഓവർനൈറ്റ് നിങ്ങൾ അതിൽ റെസ്റ്റിക്ക് വെച്ചെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ ടൈം മിനിമം 4 hours ആയെങ്കിൽ നിങ്ങൾ വെച്ച് വിടോരു. പിന്നെ അത്രയും നിങ്ങൾക്ക് ടൈം ഇല്ല ടൈം ഒരു മിനിമം 2 hours ആയെങ്കിൽ നിങ്ങൾ അതിൽ റെസ്റ്റിക്ക് വെച്ച് വിടോരു. ഞാൻ ഇപ്പം ഇത് മസാലയെല്ലാം ചന്ത മാരിനേഷൻ എല്ലാം ആക്കിയിട്ട് ഒരു 2 hours ആയെങ്കിലും ഇപ്പം വെച്ചോണ്ടില്ലേ. എന്ന് വെച്ചാൽ ഇത് ഞാൻ പ്രിപ്പയർ ആക്കുന്ന ഒരു ലഞ്ച് ടൈമിൽ ഞങ്ങൾക്ക്. സോ ആ ടൈമിൽ ഞാൻ 2 hours കഴിഞ്ഞ് റെസ്റ്റിക്ക് വെച്ചിരുന്നേ. പിന്നെ യാരത്തെ ചിക്കനിಗೆಲ್ಲ ഞാൻ ഇങ്ങനെ മസാല എല്ലാം ഇട്ടിട്ട്
വെച്ചിട്ട് ಬಿಟ್ಟೆ ಫ್ರೀಸರ್ಲಿ ಸ್ಟೋರ್ ಹಾಕಿ ಬಿಟ್ಟೆ ജണ്ടും ഞാൻ പ്രിപ്പയർ ആക്കിയോണ്ട് ഗ്രീൻ ചിക്കൻ ടിക്കത്തോ മസാലയും പിന്നെ റെഡ് വൺ സോ ജണ്ടും ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ആക്കിയ പിന്നെ എക്സ്ട്രാ മസാലയും ഞാൻ ഫ്രീസറിൽ വെച്ച് ಬಿಟ್ಟೆ നമുക്ക് ಬೇನಾಯಪ್ಪ ಯೂಸ್ ಹಾಕೋಗು പിന്നെ ഞാനിവിടെ ഗ്രില്ലിംഗ് പാനിലുണ്ട് കാട്ടിയിട്ടുള്ളേ ആരൊട്ട് OTG ಎಲ್ಲ ഇല്ലേൻ ടൈങ്ക് ഇങ്ങനെ ഗ്രില്ലിംഗ് പാനിൽ നിങ്ങൾ ആക്കിയെടുക്കുക പിന്നെ ഞാൻ ചെമ്മെല്ലാം പ്രിപ്പയർ ആക്കുറെങ്കിൽ ಯಾರ ಕ್ವಾಂಟಿಟಿಲಿ ಹಾಕುರೆಂಗೆ ನಾನು OTGಲೇ വെച്ച് ಬಿಡ್ರೆ ಒನ್ ಟೈಮ್ಲಿ ಯಾರತ್ತೆ ಕ್ವಾಂಟಿಟಿ ನಂಗೆ ಕುಕ್ ಹಾಕಿತ್ತು ಎಡ್ಕೋಗ ಅವರು ಉಂಟು ಸೊ അവിടെ അവിടെ ഓയിലി ഗ്രില്ലിംഗ് പാനിൽ ഇങ്ങനെ ഗ്രീസ് ആക്കിയിട്ട് തെല്ല് നല്ല വെച്ചായ പിന്നെ പാൻ ഉണ്ടല്ലേ നല്ല ഉറക്ക വെച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി ಬಿಡೋನು പിന്നെ ഇങ്ങനെ ചിക്കൻ ഞങ്ങൾ അത് കുക്കാക്കുക വെച്ച് ಬಿಡೋನು ತೆಲ್ ಮಸಾಲೆ ಎಲ್ಲ ಅದರ ಮೇಲಿಗೆ ಅಪ್ಲೈ ಹಾಕಿಕೊಂಡ್ರೆ ತೆಲ್ ಮಸಾಲೆ ಸ್ಪೈಸಿ ಎಲ್ಲ ಇನ್ನೇನು ಚಟ್ಪಟ ಆಯಿತು ಅಂತೆಲ್ಲ നല്ല ಅವರು ಅದಕ್ಕೈತು പിന്നെ വൺ സൈഡ് എല്ലാം കുക്കായാൽ പിന്നെ ഞാൻ അതിൽ ഫ്ലിപ്പ് ആക്കിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുത്തോണ്ടേ പിന്നെ ചിക്കൻ ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായരുടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ പിടിയാവും ഫോക്ക് ഇങ്ങനെ കുത്തുമ്പത്തില്ല നിങ്ങൾ നൈഫ് എന്തും കുത്തുമ്പത്ത് ഈസി ആയിട്ട് ഉൾക്ക പോയെങ്കിൽ ഞങ്ങൾ ചിക്കൻ സോഫ്റ്റും ജ്യൂസി ആയിട്ട് പെർഫೆಕ್ಟ್ ಆಯಿತು ಕುಕ್ಕಾಯಿರು പിന്നെ ಚೆಮ್ಮೆ ಓವರ್ ಆಯಿತು ಕುಕ್ ಹಾಕೋತೀರ ಆದರೆ ಜ್ಯೂಸಿನೆಸ್ ಉಂಡಲ್ಲಿ ಅವರಿಗೆ ಫಿನಿಶ್ ಅವರು ಸೊ ನಾ ಇಪ್ಪ ಇದ್ರೆ ಪ್ಲೇಟಿಂಗ್ ಹಾಕ್ರೆ ಎಪ್ಪಂ ಸರ್ವ್ ಹಾಕೋ ಮೊತ್ತಿಗೂ ಚಿಕನ್ ಟಿಕ್ಕಾ ಇಲ್ಲಿಂಗ್ ತಂದೂರಿ ಚಿಕನ್ ಎಲ್ಲ ನಂಗೆ ಇದ್ರೆ ಗ್ರೀನ್ ಚಟ್ನಿ ರೊಟ್ಟಿಗೂ ಸರ್ವ್ ಹಾಕ್ರೆ ಇದು ಬೆಸ್ಟ್ ಐತಿಕ್ರೆ ಬಟ್ ನಾ ಚೆಮ್ಮೆ ಸೊರ ಎಲ್ಲ ಇನ್ನದಿಲ್ಲ ನಾನು ಗ್ರೀನ್ ಚಟ್ನಿ ಪ್ರಿಪೇರ್ ಹಾಕಿದ್ಲೆ ಸೊ ಲೆಮനും ಆನಿಯನ್ ಒಟ್ಟಿಗೆ ನಾನು ಸರ್ವ್ ಹಾಕಿಯೆ ಸೂಪರ್ಬ್ ಆಯ್ತಿಂತು ನನ್ನ മോനിಗೂ നല്ല ഇഷ്ടമുണ്ട് ഇത് ಸೊ ನಾನು ಯಾರತ್ತೆ ಕ್ವಾಂಟಿಟಿಲಿ ಮಸಾಲೆ ಎಲ್ಲ ಇಟ್ಟಿತ್ತು ಫ್ರೀಸರ್ಲಿ ಸ್ಟೋರ್ ಹಾಕಿ വെച്ച് ಬಿಟ್ರೆ വെജ് എന്തും ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പീസെല്ലാം എടുത്തിട്ട് ഫ്രൈ ആക്കാം പിന്നെ ഇതിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തിക്കൊണ്ട് വിചാരിക്കേ ഇഷ്ടമായെങ്കിൽ പ്ലീസ് മസ്റ്റ് ഇതിൽ ട്രൈ ആക്കൂ പിന്നെ ലൈക്ക് ആക്കൂ ആയത്ര ഷെയർ ആക്കൂ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട കമൻറ്റ് ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്